ബിഗസ്റ്റ് അഡ്വാൻസ് ക്യാൻസറിൽ വന്ന എന്താണെന്ന് വെച്ചാൽ ഇമ്മ്യൂൺ തെറാപ്പി. നമ്മുടെ ക്യാൻസർ സെൽസിന് അതിൻ്റെ പുറത്ത് ക്യാൻസർ സെല്ലിന് ഒരു ഇൻവിസിബിലിറ്റി ബ്ലാങ്കറ്റ് മാതിരി ഉണ്ടാക്കും. എന്നുവെച്ചാൽ നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സെൽസ് ഉണ്ടല്ലോ, ടി സെൽസ്, ബി സെൽസ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് എത്താൻ പറ്റൂല. ഇമ്മ്യൂൺ സെൽസിന് കാണാൻ പറ്റില്ല. ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ബോഡീൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെൽ ഉണ്ടെങ്കിൽ അതിനെ പോയി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആന്റിബോഡി, റൈറ്റ്? ആന്റിബോഡി ആൻഡ് ടി സെൽസ്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ വൈറസോ ബാക്ടീരിയയോ ക്യാൻസർ സെൽ, ബിക്കോസ് ക്യാൻസർ സെൽ ഇസ് ഡിഫറെൻറ്റ്, അതിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ക്യാൻസർ ഹാസ് ലേൺ ടു ക്രിയേറ്റ് ദിസ് ബ്ലാങ്കറ്റ്. അപ്പം ഇമ്മ്യൂൺ സെൽസ് പോവും, അവിടെ ഒന്നും കാണില്ല. ദേ ഡോണ്ട് സീ ദ ക്യാൻസർ. അപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി വർക്ക് ബൈ റിമൂവിങ് ദിസ് ബ്ലാങ്കറ്റ്. അപ്പോൾ ഇമ്മ്യൂൺ സെൽസിന് ക്യാൻസറിനെ കാണാൻ പറ്റും. ഇമ്മ്യൂൺ സെൽസ് ആർ മോർ പൊട്ടന്റ് ദാൻ എനി കീമോതെറാപ്പി. ഇമ്മ്യൂൺ സെൽസ് ആർ അമേസിംഗ്ലി സ്ട്രോങ് അല്ലേ? അപ്പോൾ അത് ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യും, ക്യാൻസറിനെ കൊല്ലും. വാട്ട് ഐ എം സെയിങ് ഈസ് ഇമ്മ്യൂൺ സിസ്റ്റം വെൻ ഇറ്റ് ഈസ് ആക്റ്റീവ് ഫോർ സം റീസൺ ഇറ്റ് ക്യാൻ ആക്ച്വലി കിൽ ക്യാൻസർ. സോ അങ്ങനെ സ്പോണ്ടേനിയസ് റെമിഷൻ ചിലപ്പം വരും ക്യാൻസറിന്, വേറെ ചികിത്സ ഒന്നും ഇല്ലാതെ. അപ്പോൾ ട്രൂ ഇൻസിഡൻസ് ആണെങ്കിൽ ദാറ്റ് ഈസ് വൺ എക്സ്പ്ലനേഷൻ. സെക്കൻഡ് എക്സ്പ്ലനേഷൻ, മെനി ടൈം വാട്ട് ഐ ഹാവ് സീൻ ഈസ് ലോട്ട് ഓഫ് പേഷ്യൻസ് ടേക്ക് കീമോതെറാപ്പി ആൻഡ് എവറിഥിങ്, they get side effects and all, and then the tumor is already gone, but they are done with chemo. They go to some Ayurveda place, do some herbal remedy, and they feel better, and then they ascribe the cure to the last treatment. Okay. Whereas they had already taken the modern treatment. അവസാനം സംഭവിച്ചത് exactly. Because the thing is, Ayurveda, I have nothing wrong against, like Ayurveda is an ancient practice, tons, centuries old. ആയുർവേദത്തിന് ഡോക്ടർ എതിരല്ല. No, I am not at all. Wisdom, there's so much wisdom in Ayurveda, right? There are certain diseases like musculoskeletal, ഈ ബാക്ക് പെയിൻ, അങ്ങനത്തെ കുറേ മസിലിൻ്റെ ഒക്കെ അസുഖങ്ങൾക്ക് മോഡേൺ മെഡിസിനിൽ നല്ല മരുന്നില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇത് വളരെ ജെന്യൂൻ ആയിരിക്കും, കാരണം എനിക്കും കൂടെ ഫീൽ ചെയ്യുന്ന ഉത്തരമാണ്. കാരണം മോഡേൺ മെഡിസിനിൽ മരുന്നില്ലാത്ത ഒരുപാട് അസുഖങ്ങളുണ്ട്. എസ്പെഷ്യലി മസ്കുലോസ്കെൽട്ടൽ, അവിടെ ഏയ്ക്കുന്ന അതൊക്കെ അങ്ങനത്തെ അതിനൊക്കെ ആയുർവേദ ഈസ് പ്രോബ്ലി വെരി ഗുഡ്. കാരണം നമ്മുടെ ആൻസിസ്റ്റേഴ്സ് സെഞ്ചുറീസ് ഓഫ് നോളജ് ആണ് അതിൽ വന്നിരിക്കുന്നത്, റൈറ്റ്? അവരിങ്ങനെ ട്രയൽ ആൻഡ് എറർ ആയിട്ട് ചെയ്തിരിക്കുന്നതാണ് ആയുർവേദം, റൈറ്റ്? സോ ഐ തിങ്ക് ദർ ആർ സോ മെനി യൂസസ് ഫോർ ആയുർവേദ. സോ ഐ എം ആക്ച്വലി ഫാൻ ഓഫ് ആയുർവേദ. അങ്ങനത്തെ അസുഖങ്ങൾക്ക് ആയുർവേദ ഇസ് റിയലി ഗുഡ്. പക്ഷേ അന്നത്തെ കാലത്ത് ക്യാൻസർ എന്ന് പറഞ്ഞ ആ ഒരു അസുഖത്തെ പറ്റി തന്നെ ആൾക്കാർ അറിയില്ല, റൈറ്റ്? സോ യു കാണ്ട് എക്സ്പെക്ട് a medical thing that has been thousands of years old to cure a disease that didn't even exist when Ayurveda was there.